വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ പുനരാവിഷ്കരിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ചിന്നക്കട കോൺവെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ബേപ്പൂർ സുൽത്താന് ആദരവൊരുക്കിയത്. എല്ലാ കഥാപാത്രങ്ങളും ഒരുമിച്ച് സമ്മേളിച്ചത് കാഴ്ചക്കാർക്കും പുതിയ അനുഭവമായി. പാത്തുമ്മയും അവളുടെ പ്രിയപ്പെട്ട ആടും, ആനവാരി രാമൻ നായരും എട്ടുകാലി മമ്മൂഞ്ഞും, ഒറ്റക്കണ്ണൻ പോക്കറും സാറാമയും അടക്കം അനുവാചകരെ ചിന്തിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കഥാപാത്രങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി വന്നത് കാഴ്ചക്കാർക്ക് കൗതുകമായി. കൊല്ലം ചിന്നക്കട ക്രേവൻ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ബേപ്പൂർ സുൽത്താന് കൊല്ലം ചിന്നക്കട ബസ് വേയിൽ ആദരവൊരുക്കിയത്. കഥാപാത്രങ്ങൾ ഓരോന്നും പരസ്പരം സംവദിക്കുകയും കുശലം പറയുകയും ചെയ്തു. ഇതിഹാസ സാഹിത്യകാരന്റെ കഥാപാത്രങ്ങളായി മാറാൻ കഴിഞ്ഞതിൽ കുട്ടികളും സന്തോഷം പ്രകടിപ്പിച്ചു. കഥാപാത്രം പൊൻകുരിശ് തോമ. എല്ലാവരും പൊൻകുരിശ് കാട്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ ക്യാരക്ടർ എൻ്റെ ടീച്ചർമാർക്ക് നന്ദിയുണ്ട്. പിന്നെ ഒത്തിരി അധികം ഇഷ്ടപ്പെട്ടു ഈ ക്യാരക്ടർ. ഇതേപോലെ ഈ ക്യാരക്ടർ മുമ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കഥയിൽ എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ കഥാപാത്രം പാത്തുമ്മയായിരുന്നു. എനിക്ക് ആ കഥാപാത്രം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ കഥാപാത്രം തന്ന എൻ്റെ അധ്യാപകർക്ക് ഞാൻ നന്ദി. എങ്ങനെ ചെയ്യാൻ തോന്നിയത്? എങ്ങനെ ചെയ്തപ്പോൾ ഒരു അനുഭവം പറഞ്ഞു? വളരെയധികം ഇഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ ഉമ്മയും വാപ്പയും പഴയ കാലത്ത് പഠിച്ച കഥാപാത്രം കിട്ടിയത് എനിക്ക് വളരെയധികം ഇഷ്ടമാണോ? കഥകൾ വായിച്ചിട്ടുണ്ടോ? എങ്ങനെ തോന്നി? ഇപ്പോ നല്ലൊരു അനുഭവം തോന്നി. ബഷീറും കഥാപാത്രങ്ങളും പുതിയ തലമുറയ്ക്ക് കൂടി പകർന്നു നൽകുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപകൻ പറഞ്ഞു. ക്രേവൺ LMS ഹൈസ്കൂളിൽ കുട്ടികൾ ബഷീറിൻ്റെ പല കഥകളിലെയും നോവലിലെയും എല്ലാം കഥാപാത്രങ്ങളെ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് മറന്നുപോയ പല കഥാപാത്രങ്ങളും ഇതിലൂടെ ആവിഷ്കരിക്കാനും അതുവഴി കുട്ടികൾക്ക് ഈ കഥാപാത്രങ്ങളെ അവരുടെ മനസ്സിൽ എന്നേക്കുമായി നിലനിർത്താനും ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇവിടുത്തെ അധ്യാപകർ ഓരോരുത്തരും വളരെ ബുദ്ധിമുട്ടി കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടികളത് അവരുടേതായ രീതിയിൽ അവരുടെ ഭാവനാശേഷി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് അധ്യാപകരുണ്ട്, പ്രാക്ടീസ് ചെയ്യിപ്പിച്ച രക്ഷകർത്താക്കളുണ്ട്. അവർക്കെല്ലാവർക്കും ഈ സമയം സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചോളാം. ഈ ആശയം മുമ്പോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, അധ്യാപകർ തന്നെയാണ് ഈ ആശയം മുമ്പോട്ട് വയ്ക്കുന്നത്. പ്രധാനമായിട്ടും വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ അധ്യാപികയും. വിദ്യാർത്ഥികളെ കഥാപാത്രങ്ങളായി ചമയിച്ചത് ടെലിവിഷൻ താരവും PTA അംഗവുമായ ചിത്ര S ആണ്. ഇന്ന് ചിന്നക്കടയിൽ പുതിയ തലമുറകൾക്ക് വേണ്ടിയിട്ട് ബഷീറിനെയും പാത്തുമ്മേനെയും പാത്തുമ്മയുടെ ആടിനെയും ഒക്കെ നമ്മൾ അണിനിരത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം നിർത്താൻ സാധിച്ചു. അതിന് ഒരുപാട് കുട്ടികളുടെ ഭാഗത്തു നിന്നും അവർക്ക് അവരവരുടെ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യുവാനും അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ട് ചെയ്യുവാനും അവർക്ക് സാധിച്ചു. അതിന് ടീച്ചേഴ്സുമാരും ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സുമാരും HMഉം ഈ സ്കൂളിലെ മറ്റ് പേരൻസും എല്ലാവരും അണിനിരുന്ന് അതിനൊരു വലിയൊരു പ്രോത്സാഹനമായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. നമ്മളെ മൺമറിഞ്ഞു പോയ ഒരു കഥാപാത്രത്തെ വീണ്ടും പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് അത് വലിയൊരു അഭിമാനമായി കരുതുന്നു. വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാം ഓർമ്മദിനത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.